ഞാൻ എൻ്റെ ഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 വരി പാട്ട് പാടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ്, നമ്മുടെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചാൽ ഒന്നും കൂടി നന്നായിരിക്കും, നമുക്ക് പാട്ടിനെ ആസ്വദിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കണ്ണടക്കാൻ വേണ്ടി. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ റസൂലല്ലാഹ്. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. ഇരുളാം ഖബറെന്നെ കാത്തിരിപ്പുണ്ട്, ഇരുളാം ഖബറെന്നെ കാത്തിരിപ്പുണ്ട്. ഇവനൊരു മയ്യിത്താകും നാളതും ഉണ്ട്, മുത്തിൻ തുണയില്ലാതെന്തിവർ കൊണ്ട്. മുന്തും മദ്ഹ് പാടി ശിഫാവും പൂണ്ട്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്. പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ്, നരക കുണ്ടിലെയും പേടികൊണ്ടാണ്. അൽഹംദുലില്ലാ. എല്ലാവരും കണ്ണു തുറന്ന്. ഞാൻ എൻ്റെ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വിഷയത്തിൻ്റെ ആശയം സൂചിപ്പിക്കുന്ന മഗ്ഫിറത്തിൻ്റെ, തൗബയുടെ, പൊറുക്കലിൻ്റെ, മടങ്ങിവരവിൻ്റെ ചെറിയൊരു ആശയം നൽകുന്നൊരു പാട്ടായിരുന്നു ഇവിടെ ഞാൻ പാടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ബഹുമാനികളെ, റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുമ്പ് നാം തയ്യാറായിരിക്കേണ്ടത്, അതിലേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത് നമ്മുടെ അനിവാര്യമായ കാര്യമാണ്. റമദാൻ വരുമ്പോൾ റമദാനിൻ്റെ അവസാനത്തെ 10 മാത്രമല്ല നാം മഗ്ഫിറത്തിനെ തേടേണ്ടത്, അതിൽ പ്രത്യേകിച്ച് തേടണമെന്നാണ്.
അതിനു മുമ്പ് തന്നെ നാം നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞ് ശുദ്ധരായി റമദാനിനെ സ്വീകരിക്കുന്ന ഒരു ആൾക്കാരായി, ഒരു കൂട്ടം സമൂഹമായി അല്ലാഹു തആല നമ്മുടെ ഈ ഒരു മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു മരുഭൂമിയിൽ, വിചിത്രമായ ഒരു മരുഭൂമി, ആരുമില്ലാത്ത, ഒരു മനുഷ്യരും ഇല്ലാത്ത ഒരു മരുഭൂമിയിലേക്ക് ഒരു യാത്രികൻ തൻ്റെ ഒട്ടകവുമായി, തൻ്റെ കൂടെയുള്ള ഭക്ഷണ സാധനങ്ങളുമായി യാത്ര പോവുകയാണ്. ആരുമില്ലാത്ത ഒരു നിബിഡമായ മരുഭൂമിയാണ്, ജനങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. വിദൂര സ്ഥലമാണ്, ഇത് വിദൂര യാത്രയാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ ഉറക്കം വന്നു. അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി, മയങ്ങാൻ വേണ്ടി അല്പം തൻ്റെ ഒട്ടകത്തെ നിർത്തിവെച്ച് മയങ്ങാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തൻ്റെ കൂടെയുള്ള ഒട്ടകത്തെ അവിടെ നിന്ന് കെട്ടിവെച്ച് അല്പം സമയം മയങ്ങിപ്പോയപ്പോൾ അദ്ദേഹം കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഉണരുകയാണ്. ഉണർന്നതിന് ശേഷം അദ്ദേഹം വളരെ ആശയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, തൻ്റെ കൂടെ ഒട്ടകമുണ്ട്, തൻ്റെ കൂടെ ഭക്ഷണമുണ്ട്, ഇതെല്ലാം ഉണ്ട് എന്ന പ്രത്യാശയോട് കൂടിയാണ് ഇദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹം എണീക്കുമ്പോൾ, അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ അവിടുന്ന് താൻ കൂടെ കൊണ്ടുവന്ന ഒട്ടകം കാണാനില്ല, താൻ കൂടെ കൊണ്ടുവന്ന ഈ ഭക്ഷണ സാധനങ്ങളും കാണാനില്ല. വളരെ വിഷമത്തിലാണ്. അദ്ദേഹം തിരയാൻ തുടങ്ങി, ഒട്ടകത്തെ അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാ ഭാഗത്തിലും അന്വേഷിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ഒട്ടകത്തെ കാണാൻ സാധിച്ചില്ല, തൻ്റെ ഭക്ഷണത്തെയും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. വളരെ വിഷമത്തിലായി. അദ്ദേഹം തിരഞ്ഞ് അവസാനം നല്ല നിലക്ക് അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നിലക്കായപ്പോൾ അദ്ദേഹം ഇനി എൻ്റെ മുമ്പിലുള്ളത് മരണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഉറങ്ങുകയാണ്. അല്പസമയം ഉറങ്ങി. അദ്ദേഹം ഇനി മരിക്കാൻ വേണ്ടി തന്നെയാണ് ഉറങ്ങിയത്. അങ്ങനെ രണ്ടാമത് എണീറ്റപ്പോൾ അവിടുന്ന് താൻ എന്ത് ആശയം വെച്ചിട്ടാണോ, എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ അദ്ദേഹം ഉറങ്ങിപ്പോയത്, ആ ഒരു ആഗ്രഹം തൻ്റെ മുമ്പിൽ അല്ലാഹു തആല കാട്ടിക്കൊടുത്തു. അതായത് തൻ്റെ ഒട്ടകവും തൻ്റെ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ അല്ലാഹു തആല രണ്ടാമത്തെ ഉറക്കിൽ നിന്ന് എണീറ്റപ്പോൾ അല്ലാഹു തആല ആ യാത്രികന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആഹ്ലാദം എത്രയായിരിക്കും. താൻ മരിക്കാൻ വേണ്ടി കിടന്ന സമയമായിരുന്നു. അതിൽ നിന്ന് എണീറ്റ സമയത്ത് തൻ്റെ മുമ്പിൽ ഒട്ടകം, അതേപോലെ ഭക്ഷണ സാധനങ്ങൾ മുമ്പിൽ കാണുന്നു. ഇദ്ദേഹം എത്ര സന്തോഷവാനാകും, എത്ര ആഹ്ലാദമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമാണ്, ഒരു കഥയാണ്. ഇങ്ങനെയാണ് ഒരു തൗബ ചെയ്ത ഒരു അടിമയുടെ പവിത്രത അല്ലാഹു തആല കണക്ക് ചെയ്യുന്നത്. അതായത് ലില്ലാഹി അശദ്ദു ഫർഹൻ, അല്ലാഹു തആല ഇതിനേക്കാൾ, ഈ അടിമ തൻ്റെ ഒട്ടകം തിരിച്ചു കിട്ടിയപ്പോൾ കിട്ടിയ ആ സന്തോഷത്തിനേക്കാൾ കൂടുതൽ അല്ലാഹു തആല സന്തോഷിക്കുന്നവനാണ്. അശദ്ദു ഫർഹൻ, അല്ലാഹു തആല നല്ല ശക്തമായ സന്തോഷവനാണ്. ഇപ്പോൾ ലില്ലാഹി അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, തൻ്റെ അടിമയുടെ തൗബ കൊണ്ട് അല്ലാഹു തആല ഇതിനേക്കാൾ സന്തുഷ്ടനാണ്, ഇതിനേക്കാൾ സന്തോഷിക്കുന്നവനാണ്. മിൻ അഹദികും സഖത അലാ ബഈരിൻ വഖദ് അദല്ലഹു ഫീ അർദി ഫുലാൻ, എങ്ങനെയുള്ള അടിമയാണ്? ആ അടിമയുടെ ഒട്ടകം, അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ അടിമയ്ക്ക് എങ്ങനെയാണോ രണ്ടാമത് ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ ആ ഒട്ടകത്തെ തൻ്റെ കണ്ണുമുമ്പിൽ കാണുന്നത്, ഭക്ഷണ സാധനത്തെ തൻ്റെ കൺമുമ്പിൽ കാണുന്നത്, ആ ഒരു സന്തോഷമായിരിക്കും അല്ലാഹു തആല ഒരു തൗബ ചെയ്ത ഒരു അടിമയുടെ സന്തോഷം അല്ലാഹു തആല കണക്ക് ചെയ്യുന്നത്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്ന കഥയാണ്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയൊന്നുമല്ല. അല്ലാഹു തആല
നമ്മെ റഹ്മത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എല്ലാ നിലക്കും നമുക്ക് അള്ളാഹു താല കനിഞ്ഞേകിക്കൊണ്ടിരിക്കും. അതായത് ഒരു അടിമ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഏത് തരത്തിലാണോ ജീവിക്കുന്നത്, അള്ളാഹു താല ഓരോ നിലക്കുള്ള കണക്കുകളെ അള്ളാഹു താല രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് അള്ളാഹു താല തന്റെ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ആരെങ്കിലും ഒരുത്തൻ ഹസനത്തുമായിട്ട് അള്ളാഹുവിന്റെ സാമീപ്യം വന്നാൽ, അള്ളാഹുവിലേക്ക് അടുത്താൽ, അള്ളാഹു തആല ആ ഒരു അടിമക്ക് 10 ഇരട്ടിയായിട്ടാണ് ആ ഹസനത്തിനെ അള്ളാഹു തആല കണക്കാക്കി എഴുതുക. ഇപ്പോ ഞാനൊരു കാറിലായിരിക്കും വന്നിരിക്കുന്നത്, ഞാൻ ഈ ഭാഗത്തേക്ക് എത്തുമ്പോ ഒരു കാറിലായിരിക്കും വന്നിരിക്കുന്നത്. ആ കാറ് 10 പ്രാവശ്യം വന്നതുപോലെ, എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം വന്നതുപോലെ എന്നെ ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത് 10 പ്രാവശ്യം കൊണ്ടാക്കുന്നത് പോലെ അവരുടെ നന്മകളെ അല്ലാഹു തആല രേഖപ്പെടുത്തി എഴുതിക്കൊണ്ടിരിക്കും. അല്ലാഹു തആല തന്റെ ഖുർആനിലൂടെ പറയുന്ന ആയത്താണിത്. അല്ലാഹു തആല 10 ഇരട്ടിയായിട്ട് അംസാലുകളെ അല്ലാഹു തആല രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഒരുത്തൻ, ഏതെങ്കിലും ഒരു അടിമ സയ്യിഅത്തുമായിട്ട്, തെറ്റുമായിട്ട് അള്ളാഹുവിന്റെ സാമീപ്യം വരികയാണെങ്കിൽ ഏത് തെറ്റുമായിട്ടാണോ അവൻ വന്നിരിക്കുന്നത് ആ തെറ്റു മാത്രമേ അള്ളാഹു തആല അവിടെ രേഖപ്പെടുത്തുകയുള്ളൂ. അതിന്റെ ഇരട്ടിയായിട്ട് തെറ്റുകളെ അള്ളാഹു തആല രേഖപ്പെടുത്തുകയില്ല. നന്മകൾക്ക് മാത്രമാണ് അള്ളാഹു തആല അവിടെ പ്രാധാന്യം നൽകുന്നത്. നിങ്ങളെ നന്മകൾക്ക് അല്ലാഹു തആല 10 ഇരട്ടിയായിട്ട് പ്രതിഫലം അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാണ് ഖുർആൻ ശരീഫ് നമ്മെ വ്യക്തമാക്കുന്നത്. അല്ലാഹു തആല അവർക്ക് അതിക്രമം കാണാത്ത പോലെ, അതിക്രമം ഇല്ലാത്ത പോലെ, അതിക്രമം കാണിക്കാത്ത പോലെ അല്ലാഹു തആല അവരുടെ തെറ്റുകളെ അല്ലാഹു തആല രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹു തആല 10 ഇരട്ടിയായിട്ട്, അതിനേക്കാളും 70 ഇരട്ടിയായിട്ട്, 700 ഇരട്ടിയായിട്ട് അല്ലാഹു തആല ഇങ്ങനെ വർദ്ധിച്ച് എത്രയാണോ ഒരു അടിമക്ക് നന്മ ചെയ്യാൻ പറ്റുക, അടിമക്ക് എത്ര റഹ്മത്ത് ചെയ്യാൻ പറ്റുമോ അത്ര റഹ്മത്തും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഖുർആൻ ശരീഫ് നമ്മെ വ്യക്തമാക്കി പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ ഒരു നമ്മെ പോലത്തെ അടിമകൾക്ക് അല്ലാഹു തആല എത്ര സ്ഥാനമാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. മലായികത്തിനേക്കാൾ ആസിഫ് ബിൻ വാഹിൽ, നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ചരിത്രമായിരിക്കും. ആസിഫ് ബിൻ വാഹിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബൽഖീസ് രാജ്ഞിയുടെ അർശ് കൊണ്ടുവരാൻ വേണ്ടി ജിന്നിനോട് ആജ്ഞാപിച്ചപ്പോൾ, എത്ര പെട്ടെന്നാണോ കൊണ്ടുവരാൻ പറ്റുക അത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിച്ചപ്പോൾ, അവിടെ നിങ്ങൾ ഒരു കസാരയിൽ ഇരിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളെ അർശ് ഞാൻ കൊണ്ടെത്തിക്കാമെന്ന് അവിടെ നിന്ന് ആ ജിന്ന് അവിടെ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമോട് പറഞ്ഞപ്പോൾ, അവിടെ നിന്ന് ആസിഫ് ബിൻ വാഹിൽ എന്ന ഒരു നമ്മെ പോലത്തെ ഒരു അല്ലാഹുവിന്റെ അടിമ, സാധാ മനുഷ്യൻ, നല്ല ആബിദായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ ബൽഖീസ് രാജ്ഞിയുടെ ആർശിനെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കാമെന്ന്. അതായത് ഈ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് മലായികത്തിനേക്കാളും ജിന്നിനേക്കാളും മലായികത്തിനേക്കാളും ഷറഫ് അല്ലാഹു തആല ഈ മനുഷ്യകുലത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല എന്തുകൊണ്ടാണ് ഈ മനുഷ്യകുലത്തിന് ഇത്രയും നന്മകൾ, ഇത്രയും പദവികൾ ഉയർത്താൻ കാരണം നമുക്ക് മനസ്സിലാക്കിയതുപോലെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ തൗബ എന്നുള്ളത് മനുഷ്യനിക്ക് അല്ലാഹു തആല നൽകുന്നത്, മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്, അവന്റെ പ്രകൃതി എന്നുള്ളത് തെറ്റുകൾ ചെയ്യുന്നതാണ്. മനുഷ്യന്റെ പ്രകൃതി തെറ്റുകൾ ചെയ്യുന്നതാണ്. ഓരോ മനുഷ്യന്മാരും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും. ആ തെറ്റുകളിൽ നിന്ന് നാം മുക്തി നേടുന്നത്, ആ തെറ്റുകളിൽ നിന്ന് നാം തൗബ തേടുന്നതാണ് ഈ മനുഷ്യന്റെ പവിത്രതയെ, ഈ മനുഷ്യന്റെ പദവിയെ ഉയർത്താനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. അവിടുന്ന് അല്ലാഹു തആല ഈ മനുഷ്യന്റെ പദവിയെ ഉയർത്താൻ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മനുഷ്യന് എത്രയോ സ്ഥാനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു തരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരുത്തൻ ഒരു നന്മ കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരുത്തൻ ഒരു നന്മ കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലം യഅമൽഹ, ആ നന്മയെ അവൻ എന്തായിട്ടില്ല, ചെയ്തിട്ടില്ല, പക്ഷേ ഉദ്ദേശിച്ചത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കതബല്ലാഹു ഇൻദഹു ഹസന, അല്ലാഹു തആല അല്ലാഹുവിന്റെ ഏടിൽ അവൻ ഉദ്ദേശിച്ചതിന് പകരമായിട്ട് അല്ലാഹു തആല ഒരു ഹസനത്ത് അവിടെ എഴുതി ചേർക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഫമൻ അമിലഹ കതബല്ലാഹു ഇൻദഹു 10 ഹസനാത്ത്, ആരെങ്കിലും ഒരുത്തൻ ആ വിചാരിച്ചതിനെ പ്രവർത്തിക്കുകയും ചെയ്താൽ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് വുളൂ ചെയ്തു ഉറങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കും, ഇൻഷാ അല്ലാഹ്, ഒരു ആലോചന മാത്രം, വിചാരിച്ചത് മാത്രം, അത് മാത്രം ചെയ്തുകൊണ്ട് ഒരുത്തൻ എന്തായി, ഉറങ്ങിപ്പോയി. എന്നിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ കൂലി നീക്ക് ലഭിക്കും. ഇനി അതല്ല, നീ ആ തഹജ്ജുദ് നിസ്കരിച്ച് ഫമൻ ഹമ്മ, ഒരുത്തൻ ഉദ്ദേശിച്ചു, ഫമൻ ഹമ്മ ഫഅമിലഹ, അവൻ അതിനെ പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു തആല 10 ഹസനാത്ത്, അല്ലാഹു തആല 10 ഇരട്ടിയായിട്ട് അവന്റെ പ്രതിഫലത്തെ ഇരട്ടിയായിട്ട് അല്ലാഹു തആല കൂട്ടിക്കൊടുക്കുമെന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫഇൻ ഹമ്മ ബിസയ്യാത്തിൻ, ഒരുത്തൻ ഒരു തെറ്റുകൊണ്ട് ഒരുത്തൻ എന്തായി ഉദ്ദേശിച്ചു, എന്തെങ്കിലും ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ നാളെ ബുക്ക് ചെയ്തു, സിനിമ കാണാൻ വേണ്ടി ഞാൻ പോകും എന്ന് ഒരുത്തൻ എന്ത് വിചാരിച്ചു, മനസ്സിൽ വിചാരിച്ചു. ഫലം യഅമൽഹ, എന്തായില്ല, ആ ടിക്കറ്റ് ഒരു നിലക്ക് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ പോയില്ല, ആ സിനിമ കാണാൻ വേണ്ടി പോയില്ല. ഫലം യഅമൽഹ കതബല്ലാഹു ഹസനതൻ, അല്ലാഹു തആല അത് വിചാരിച്ചതിന്, തെറ്റ് വിചാരിച്ചു എന്നിട്ട് അത് ചെയ്തില്ല, അല്ലാഹു തആല അതിനൊരു ഹസനത്തായിട്ട് അല്ലാഹു തആല തന്റെ കിതാബിൽ എഴുതി രേഖപ്പെടുത്തും. ഫഇൻ അമലഹ, ഇനി അതല്ല, ഇനി അത് പ്രവർത്തിച്ചു, അവൻ ആ തെറ്റ് വിചാരിച്ചു എന്നിട്ട് അവൻ എന്തായി പ്രവർത്തിച്ചു, ഒരൊറ്റ തെറ്റ് മാത്രമേ അല്ലാഹു തആല അവന്റെ ഏടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. നോക്കണം സഹോദരങ്ങളെ, അല്ലാഹു തആല ഈ ഒരു മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ള സ്ഥാനങ്ങൾ എത്രയാണ് എന്നുള്ളത് ഈ ഒരു ഹദീസിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അതേപോലെ നമ്മുടെ ഈ ഒരു ക്ലാസ് നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ തൗബ കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ, തൗബയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യൻ തൗബ കൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ അവന്റെ തെറ്റിൽ നിന്ന് മടങ്ങി വരിക എന്നുള്ളതാണ്. ഇത് അലി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനിക്ക്, ഒരു അറാബിയായ ഒരു മനുഷ്യനിക്ക് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ തൗബ കൊണ്ട് ഉദ്ദേശിച്ചാൽ ആ മനുഷ്യൻ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്, 4 ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകൾ ഒത്തുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. എങ്ങനെയായിരിക്കണം? വെരി സിമ്പിൾ ആണ്. അല്ല, ഒന്നാമത്തത് അല്ല യർജിഅ, അവൻ ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ പാട്ടിലൂടെ നിങ്ങൾക്ക് പാടിത്തന്നതുപോലെ നമ്മളൊക്കെ കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ പാട്ടിൽ കുറേ അർത്ഥങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊന്ന് കണ്ണ് അടക്കാൻ പറഞ്ഞത്. കണ്ണടക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി അർത്ഥങ്ങളെ മനസ്സിലാക്കാനൊക്കെ കഴിയും. അതുകൊണ്ടാണ് ഞാൻ കണ്ണടക്കാൻ പറഞ്ഞത്. അതായത് അല്ല യർജിഅ, ഞാൻ ഇനി ഈ തെറ്റിലേക്ക് മടങ്ങി വരികയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് തൗബ എന്നത്. ഒന്നാമത്തെ ഷർത്ത്. ആദ്യമായി തന്നെ ഞാൻ ഈ തെറ്റിലേക്ക് ഇനി മടങ്ങി വരികയില്ല എന്ന് പറയുന്നതാണ്. നാമൊക്കെ തെറ്റുകൾ ചെയ്തവരായിരിക്കും. എല്ലാവരും ഈ പറയുന്ന ഞാനും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ പ്രകൃതിയാണ് ഈ തെറ്റുകൾ എന്നുള്ളത്. ഈ നിർബന്ധമായ കാര്യങ്ങളെ തൊട്ട് ചില പിഴവുകൾ സംഭവിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകളാണ്. അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്തുകൊണ്ട് നമുക്ക് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അല്ലാഹു തആല ഈ ഹദീസിലൊക്കെ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു തആല നമുക്ക് ഉറപ്പായി അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹുവിന്റെ അഫ്വും നമുക്ക് നൽകുമെന്നുള്ളത് ഒരു സംശയം ഇല്ല. ഒന്നാമത്തത്, നാം ആ തെറ്റിൽ നിന്ന് തിരികെ വരിക എന്നുള്ളതാണ് തൗബയുടെ ആദ്യമായിട്ടുള്ള ഒരു ഷർത്ത്. രണ്ടാമതായിട്ട് അന്നദാമ, നാം ദുഃഖിതരാവണം. നാം ചെയ്ത തെറ്റിൽ നിന്ന് തിരികെ വരുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ദുഃഖത്തോടെ ആയിരിക്കണം തിരികെ വരുന്നതായിരിക്കണം.
ദുഃഖത്തോടെ ആയിരിക്കണം. ഞാൻ ഈ തെറ്റിൽ നിന്ന് അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദുഃഖത്തിൽ നിന്നായിരിക്കണം നാം ചെയ്യുന്ന ഈ ഒരു തൗബയിൽ നിന്ന് നാം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നാം പേർകൊള്ളേണ്ടത്. മറ്റൊന്നാണ്, ഇനി ഞാൻ ഈ പ്രവൃത്തി ഇനി ചെയ്യുകയില്ല എന്ന്, രണ്ടാമതായി ഇനി ഞാൻ ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു വിശ്വാസം കൂടി തൗബയിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ടുള്ള ഷർത്ത് ഞാനിത് ഇനി ഒന്നും കൂടി ഞാൻ എന്താക്കൂല, എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് തൗബ. ഇനി നാലാമതായിട്ട് നമുക്ക് നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. ഇപ്പൊ കുറേ ആളുകൾ ജുമാക്ക് പോവാത്ത കുറേ ആളുകൾ കാണാൻ പറ്റും. ജുമാക്ക് പോവാൻ വെറുതെ ഉറങ്ങിക്കൊണ്ട് ജുമായെ എന്താകുന്ന ഫർദായിട്ടുള്ള കാര്യങ്ങളാണ് ജുമായെ ഒഴിവാക്കുന്ന ആൾക്കാർ. ആ തെറ്റിൽ നിന്ന് നാം മടങ്ങി വരണമെങ്കിൽ നമ്മുടെ അതിന് ജുമാ ഒഴിവായാൽ നമുക്ക് നിസ്കരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം എന്താണ് നമ്മുടെ ഫറായിൽ നിന്ന് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ അതിലേക്കുള്ള ഒരു വഴിയെ കണ്ടെത്തി നാം അതിലേക്ക് ആ തൗബയുടെ വാതിലിലേക്ക് നാം കടന്നു വരികയാണെങ്കിലാണ് ഈ തൗബ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സർവ്വദോഷങ്ങളെയും അല്ലാഹു തആല പൊറുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ രൂപത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് അവതരിപ്പിച്ചു ചെറിയ രൂപത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായിരിക്കും, മനസ്സിൽ കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇനിയും നല്ല നല്ല മജ്‌ലിസുകൾ ഈ SACയുടെ കീഴിൽ ഇനിയും നല്ല നല്ല മജ്‌ലിസുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കിൽ ഈ ഒരു ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.